തൃശൂരിൽ ഇന്ന് പൂരവിളംബരമാണ്. നെയ്തലക്കാവ് ഭഗവതി പൂരവിളംബരത്തിനായി പുറപ്പെട്ടു. വടക്കുനാഥനോട് അനുവാദം വാങ്ങി തെക്കേ ഗോപുര നട വഴി പുറത്തുവരുന്ന ഭഗവതി നിലപാട് തറയിലെത്തി പൂരവിളംബരം നടത്തും. നാളെയാണ് തൃശൂർ പൂരം. എൽദോ പോൾ പുതുശ്ശേരിയാണ് പൂരനഗരിയിൽ നിന്നും ചേരുന്നത്. എൽദോ, വലിയ ആവേശത്തിലായിരിക്കും തൃശൂരുകാർ. ഇനിയുള്ള ഈ 2 ദിവസം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൂരലഹരിയിലാണ്. എങ്കിൽ പോലും ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെയാണുള്ളത്? എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, പൂരാവേശത്തിലേക്ക് എത്തുകയാണ് തൃശ്ശൂരിൽ പൂരത്തിന്റെ വിളംബരം, അതിനുള്ള സമയമാണ് ഇപ്പോൾ. അതായത് നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ വടക്കുനാഥന്റെ സന്നിധിയിലേക്ക് പോകുന്ന സമയമാണ്. ഇപ്പോൾ ഏതാണ്ട് വിയൂർ പാലം കഴിഞ്ഞതേയുള്ളൂ. തത്സമയം അത് വലിയ ആഘോഷമായി തന്നെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാറിന്റെ മേലേറി വരികയാണ് നെയ്തലക്കാവ് ഭഗവതി. എന്നാണെങ്കിലും ഒരുപാട് ജനങ്ങൾ പൂരം വിളംബരത്തിന്റെ ഈ ആദ്യ പരിപാടികളിൽ, ചടങ്ങുകളിൽ പങ്കെടുക്കാനായി പങ്കുചേരുന്നുണ്ട്. ദേവസ്വം ബോർഡ് അംഗം MP മുരളീധരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇത്തവണത്തെ ഒരു പൂരത്തിന്റെ ഒരു ഒരുക്കങ്ങളൊക്കെ എന്താണ്? പൂരത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് കുറെ മാസങ്ങളായെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ന് പൂരത്തിന്റെ വിളംബരം നടക്കുന്നത് എന്നാണ്. അതെ, നെയ്തലക്കാവിൽ നിന്ന് പുറപ്പെട്ട് വടക്കുന്നാഥനിലെത്തി ഭഗവാനെ വണങ്ങി കെ ഗോപുര നട തുറക്കുമ്പോഴാണ് യഥാർത്ഥത്തില് പൂരത്തിന്റെ വിളംബരമാവുന്നത്. എല്ലാവരും തൃശ്ശൂര് മൊത്തം പൂരത്തിന്റെ ഒരു ആവേശത്തിലാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെ നല്ല മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ മറ്റ് 10 ഘടകപൂരങ്ങൾ എല്ലാവരും ചേർന്നിട്ടാണ് ഈ പൂരം നടത്തുന്നത്. ഓക്കെ, ഈ പൂരത്തിന്റെ സമയത്ത് ഈ തൃശ്ശൂരുകാര് ഒത്തൊരുമയോടുകൂടി, തൃശ്ശൂർ എന്നല്ല കേരളം മുഴുവൻ, രാജ്യത്തിന്റെ ഒരു വലിയ ഉത്സവമാണല്ലോ തൃശ്ശൂർ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ തന്നെ ഒരു ഐക്കണാണ് തൃശ്ശൂർ പൂരം. ഇതിനകത്ത് ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ പങ്കെടുക്കുന്ന, ആവേശത്തോടുകൂടി തന്നെ ആസ്വദിക്കുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. മേളത്തിന്റെയും ഗജവീരന്മാരുടെയൊക്കെ ആ ഒരു വലിയ പ്രാധാന്യം ഈ പൂരത്തിനുണ്ട്. അതെ. ഇപ്പോൾ നെയ്തലക്കാവ് ഭഗവതി ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ഈ നാദസ്വരത്തിന് അകമ്പോടിയോട് കൂടിയാണ് മുന്നേറുന്നത് ഈ പുറപ്പാട്. എന്താണെങ്കിലും ഇനി മണികണ്ഠനാലിൽ ചെന്നാൽ അവിടെ മേളമായി മാറും അല്ലേ? മേളം നടക്കും. അത് നമ്മുടെ അനിയന്മാരുടെ നേതൃത്വത്തിലാണ് ഇന്ന് അവിടെ മേളം നടക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള മേളം. അതിനുശേഷം പിന്നെ നാളെ ആണെങ്കിൽ ഇലഞ്ഞിത്ര മേളം, കുടമാറ്റം, അങ്ങനെ ഒത്തിരി ചടങ്ങുകൾ വളരെ ആഘോഷത്തോടുകൂടി നടക്കുന്ന ഒരു 2-3 ദിവസങ്ങളാണ് ഇവിടെ തൃശ്ശൂരിൽ. അതെ, എല്ലാവരും വളരെ ആവേശത്തിലാണ്. ഈ പൂരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 200 വർഷം 200 വർഷമാവുന്നു പൂരത്തിന്റെ. അപ്പോ ഈ പൂരം ഇത്ര 200 വർഷത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന് അത് ഓരോ വർഷവും കഴിയുമ്പോഴും എന്താണ് തോന്നുന്നത്? ഇങ്ങനെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധ കൊണ്ടും ഒക്കെ ഇങ്ങനെ വീണ്ടും ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ? പൂരത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാല് ആളുകളുടെ ആവേശം വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം തോറും പുതിയ രീതിയിലേക്ക്, ആവേശത്തിലേക്ക് ജനങ്ങളിങ്ങനെ ഇതിനെ കയറേറ്റി കൊണ്ടുവരികയാണ്. ശരി, ഓരോ വർഷം ചെല്ലുന്തോറും ഇതിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെ. ശരി, എന്നാലും ദേവസ്വം ബോർഡ് അംഗം MP മുരളീധരനാണ് നമ്മൾ സംസാരിച്ചത്. ഞാൻ നമ്മോടൊപ്പം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയും കൂടി ചേരുന്നുണ്ട്. സേവ്യരേട്ടാ, പൂരത്തിന്റെ ആവേശത്തിലേക്കൊക്കെ എത്തിയോ? വളരെ വലിയ ആവേശത്തിലാണ്. തൃശൂർ പൂരത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണല്ലോ നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്നത്. തീർച്ചയായും അതിനുള്ള തട്ടകത്തിന്റെ ആവേശകരമായ യാത്രയിലാണ്. ഈ എല്ലാ വർഷവും ഈ പൂരവിളംബരത്തിൽ ഇത് ഭാഗമാകാറുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഭാഗമാവാറുണ്ട്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം പൂരങ്ങളുടെ ഒരു നാടാണല്ലോ. കൂത്രാളിക്കാവ് പൂരം, അതുപോലെ പച്ചാട് മാമാങ്കം, കുറ്റിയങ്കാവ് പൂരം. ഇവിടെയാണെങ്കിൽ നെയ്തലക്കാവും ചൂരക്കാട്ടേറക്കാവും ഒക്കെ തന്നെ തൃശൂർ പൂരത്തിന്റെ ഘടകപൂരങ്ങളാണ്. പൂരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നാടാണ് യഥാർത്ഥത്തില് വടക്കാഞ്ചേരി. അപ്പൊ ഉത്രാളിക്കാവ് പൂരം നടക്കുമ്പോഴൊക്കെ തന്നെ അതിനോടൊപ്പം സഞ്ചരിച്ച ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ ആവേശമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ പറയട്ടെ, ഈ തവണത്തെ പൂരത്തിലൂടെ വേറൊരു പൂരം കൂടെ നടക്കുന്നുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തിന്റെ ഒരു മഹാപൂരമാണല്ലോ. തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ മഹാപൂരം അതിശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട്. ജനാധിപത്യം വിജയിക്കും എന്നിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. മതനിരപേക്ഷതയും ജനാധിപത്യവും വിജയിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലാണ്. ഇത് ഇപ്പൊ നമ്മളിപ്പോ വിയൂരെത്തിയല്ലേ? ഇവിടെ ഇത് മണ്ഡലം മാറിയോ? ആലത്തൂരിൽ ഇപ്പോ തൃശ്ശൂരിലേക്ക് കടന്നു. ഈ എങ്ങനെയുണ്ട്? ആദ്യം ആലത്തൂരിലെ കാര്യം ചോദിക്കട്ടെ. എങ്ങനെയുണ്ട് ആലത്തൂരിലെ ഒരു മത്സരം? പിന്നെ അറിയോ? ഓർമ്മയുണ്ടോന്നോ? മോന്റെ പേരെന്താ? എങ്ങനെയുണ്ട് സേവനായിട്ട് എങ്ങനെ പരിചയം? അത് ഞാന് അന്നാള് അവിടെ
ഞങ്ങളെ വീടിന്റെ അവിടെ ആട്ടൂര് അപ്പൊ അവിടേക്ക് വന്നിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടുപരിച്ച ഫോൺ നമ്പർ ചോദിച്ചു. തനി തൃശ്ശൂരാ? പേരെന്താ പറഞ്ഞേ? സായി ശ്യാം. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് അയാളെ 3 കൊല്ലം ചെറുപ്പമായിരിക്കുമോ അല്ലെ? അപ്പൊ എന്റെ അടുത്ത് വന്ന് ഫോൺ നമ്പർ ചോദിച്ചു. കൊറോണ കാലമൊക്കെ അല്ലേ? അപ്പൊ ഞാൻ അതിന് മറുപടി പറയുന്നത് വളരെ പിന്നെ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായി വന്നിരുന്നു. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലേ? മോനായിട്ട് പറഞ്ഞതാണ് സാറിനെ കാണാൻ ഹലോ പറയട്ടെ. അപ്പൊ സേവനായിട്ട് കാണാൻ വേണ്ടിയാണ് ഓടി മുന്നിലേക്ക് വന്നേ. ഈ MLA ആയിട്ട് എങ്ങനെയുണ്ട്? ഓക്കെ, സേവനായിട്ട് അപ്പൊ നമ്മൾ തൃശ്ശൂരും ഈ പറഞ്ഞ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നു. ത്രികോണ മത്സരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു കേരളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ തൃശ്ശൂർ പൂരം വരുമ്പോൾ ഇവിടത്തെ ഒരു പൂരച്ചൂട് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൽ? അല്ല, തെരഞ്ഞെടുപ്പ് സജീവമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ വിജയം ശക്തമായും പിന്നെ ഉറപ്പുവരുത്തത്തക്ക രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് നടക്കുന്നത്. തൃശ്ശൂർ പൂരം ഒരു മതനിരപേക്ഷ ജനാധിപത്യ കേന്ദ്രീകരണമാണ് യഥാർത്ഥത്തിൽ. എല്ലാ വിഭാഗത്തിന്റെയും പിന്നെ യോജിപ്പോടുകൂടി അവിടെ ജാതിയോ മതമോ പിന്നെ മറ്റു വിവേചനങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഉത്സവങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത തന്നെ അതന്നല്ലേ, അതാണല്ലോ. തീർച്ചയായിട്ടും അത് മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി ഉള്ള വിധിയെഴുത്ത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഈ 3 ദിവസം ഇവിടെ തൃശ്ശൂർ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ എവിടെ പോവാനാ? ഇവിടെ ഉണ്ടാവും. അപ്പൊ നാളെ ചൂരക്കാട്ടുകരക്കാവിൽ നിന്ന് പോരേണ്ടതായിട്ടുണ്ട്. തൃശ്ശൂരിലെ പൂരത്തിന്റെ എല്ലാ പിന്നെ ഭാഗമായി ഉണ്ടാവും തീർച്ചയായിട്ടും. കാണാം നമുക്ക് പുരോഗതിയിൽ വെച്ചിട്ട്. ശരി ശരി. അപ്പോ സേവ്യർ ചിറ്റൽപ്പള്ളി MLA ആണ് നമ്മൾ പ്രതികരിച്ചത്. ഈ പൂരത്തിന്റെ ഒരു ആവേശം അത് എല്ലാവരിലും ഉണ്ട്, നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ഒരുപാട് പേർ ചേർന്ന് ഇപ്പോൾ നെയ്തലക്കാവ് ഭഗവതി എഴുന്നള്ളിച്ച് അങ്ങോട്ട് വടക്കുന്നാഥിന്റെ അടുത്തേക്ക് എത്തുകയാണ്. എറണാകുളം ശിവകുമാറിന്റെ തൊഴിലേറിയാണ് ആ തിടമ്പ് വരുന്നത്. ഇനി നേരെ മണികണ്ഠനാലിലെത്തും. മണികണ്ഠനാലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു നാദസ്വരത്തിന്റെ അകമ്പടിയോടുകൂടിയായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ. ഇത് തുടരുകയാണ്. എറണാകുളം ശിവകുമാറിന്റെ തൊഴിലേറി വരികയാണ് നെയ്തലക്കാവ് ഭഗവതി അശ്വതി. അത് ഇനി പൂര വിളംബരത്തിന്റെ സമയമാണ്. ഏതാണ്ട് 11 മണി ഓടുകൂടി അവിടെ എത്തും. 11:30 തെക്കേ നട തുറന്ന് എറണാകുളം ശിവകുമാർ തെക്കേ നട തുറന്ന് പുറത്തേക്ക് വന്ന് പൂര വിളംബരം നടത്തും. ശരി എൽദോ, എന്തായാലും ഗംഭീര കാഴ്ചയാണ് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എറണാകുളം ശിവകുമാർ തിടമ്പേറ്റ് നടന്നു വരുന്ന ആ കാഴ്ച, മനോഹര കാഴ്ച. എന്തായാലും കഴിഞ്ഞ വർഷം ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ പലയിടത്തു നിന്നായി വന്ന് കണ്ടുമുട്ടിയവർ, തൃശ്ശൂർ നഗരിയിൽ ഒത്തുചേർന്നവർ അടുത്ത പൂരത്തിന് കാണാമെന്ന് പറഞ്ഞു മടങ്ങിയപ്പോൾ അവരെല്ലാവരും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ആയി പൂരത്തിന് അങ്ങോട്ടേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു കൂടിച്ചേരൽ കൂടി, സൗഹൃദത്തിന്റെ ഉത്സവം കൂടിയാണ് തൃശ്ശൂർ പൂരം എന്ന് നമുക്ക് പറയാം. അങ്ങനെ